UDFിലെ എല്ലാ MLA മാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചിരിക്കുകയാണ്. ദുരന്തത്തിന് ഇരയായ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും UDF പങ്കാളികളാവും. മുസ്ലിം ലീഗ് വലിയ പുനരധിവാസ പദ്ധതി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി 100 വീടുകൾ വെച്ച് നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. UDFിലെ എല്ലാ കക്ഷികളും പുനരധിവാസ പദ്ധതിയിൽ പങ്കാളികളുമാവും. ദുരന്തത്തിനിരയായ എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. അതിനുവേണ്ട എല്ലാ സഹായവും ഇപ്പോൾ പ്രഖ്യാപിച്ചതിന് പുറമെ UDFിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. പുനരധിവാസത്തിൽ പൂർണ്ണമായും സഹകരിക്കുമെന്നും വി.ഡി. സതീശൻ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാവുമെന്നും ആലോചിക്കണം. രാജ്യാന്തര തലത്തിലുള്ള പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം 2021 അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതാണ്. അതിനുശേഷവും പലവട്ടം നിയമസഭയിൽ ഉന്നയിച്ചു. മലയിടിച്ചിലിന് സാധ്യതയുള്ള എല്ലാ ഏരിയയും മാപ്പ് ചെയ്യണം. വകുപ്പുകളെ ഏകോപിപ്പിക്കണം. മണ്ണിന്റെ ഘടന പരിശോധിക്കണം. കുസാറ്റ് കാലാവസ്ഥാ വകുപ്പ് രാജ്യാന്തര നിലവാരത്തിലെ സൗകര്യത്തിലുള്ളതാണ്. അവരെ കൂടി ലിങ്ക് ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ മലയിടിച്ചിലും മറ്റും മുൻകൂട്ടി അറിയാൻ കഴിയണം. ഇപ്പോഴുള്ള പുനരധിവാസത്തിനൊപ്പം അതിനുവേണ്ട ശ്രമങ്ങളും ഉണ്ടാവണം. മുന്നറിയിപ്പ് സംവിധാനം വേണം. മുന്നറിയിപ്പുണ്ടായാൽ എത്രയും വേഗം ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിയുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 2016 തയ്യാറാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനാണ് നിലവിലുള്ളത്. ദുരന്തങ്ങളുടെ സ്വഭാവം തന്നെ മാറി. ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. അത് സർക്കാരിന് സമർപ്പിക്കും. കാലാവസ്ഥാ മാറ്റം സർക്കാർ നിസ്സാരമായി ഏറ്റെടുക്കരുത്. പുതിയ നയങ്ങൾ പോലും അതിനെ ആധാരമാക്കി വേണം. കേരളയിലെയും തീരദേശ ഹൈവേയും എതിർക്കുന്നത് അതുകൊണ്ടാണ്. കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഗുരുതരമാണ്. മഴയുടെ അളവ്, മണ്ണിന്റെ ഘടന, കാലാവസ്ഥ എല്ലാം ഏകോപിപ്പിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനവും പുനരധിവാസത്തിനൊപ്പം വേണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു.